ഇന്നത്തെ ചോദ്യം, നിന്റെ കുടുംബത്തിലുള്ളവർ വിശുദ്ധരാണോ? ചോദ്യം എന്താണ്? നിന്റെ കുടുംബത്തിലുള്ളവർ വിശുദ്ധരാണോ? നമ്മെ കുറിച്ചല്ല, കുടുംബത്തിൽ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ 3 പേരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഒരു കുടുംബത്തിലുള്ള 2 പെങ്ങന്മാരുടെയും ഒരാങ്ങളയുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. 2 പെങ്ങന്മാരും ആങ്ങളയും 3 പേരുണ്ടായിരുന്നുള്ളൂ. 3 പേരും വിശുദ്ധരാണ്. വിശുദ്ധ മർത്തായുടെയും വിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ലാസറിൻ്റെയും തിരുനാളാണ് സഭ ജൂലൈ മാസം 29-ാം തീയതി ആഘോഷിക്കുന്നത്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. എങ്ങനെയാണ് ഒരു കുടുംബത്തിലുള്ള ഈ 3 പേരും വിശുദ്ധരായി തീർന്നത്? കുടുംബത്തിലുള്ള 3 പേരും വിശുദ്ധരായത് അവർക്ക് ഒരു ഭാഗ്യം ലഭിച്ചു. ഈശോയുമായി സഹവസിക്കുന്നതിനും ഈശോയുമായി സംസർഗത്തിലായിരിക്കുന്നതിനും ഈശോയുമായി ഇടപെടുന്നതിന് അവർക്ക് ഭാഗ്യം ലഭിച്ചു. ഈശോയെ കാണുന്നതിന് ഭാഗ്യം ലഭിച്ചു. ഈശോയെ കേൾക്കുന്നതിന് ഭാഗ്യം ലഭിച്ചു. ഈശോയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ഭാഗ്യം ലഭിച്ചു. ഈശോയോടൊപ്പം ഒരു കൂരയ്ക്ക് താഴെ കിടന്നുറങ്ങുന്നതിന് ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ഈശോയെ കണ്ട്, ഈശോയെ കേട്ട്, ഈശോയെ തൊട്ട്, ഈശോയുടെ കൂടെ നടന്ന്, ഈശോയോട് സംസാരിച്ച് ഒരു കുടുംബത്തിലെ ഈ 3 പേരും വിശുദ്ധരായി തീർന്നു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അവർക്ക് ലഭിച്ച ഭാഗ്യം നമുക്ക് ലഭിക്കുമോ എന്നതാണ് ചോദ്യം. കുടുംബത്തിലെ 3 പേരും വിശുദ്ധരായതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഈശോയെ കാണുന്നവരും ഈശോയെ കേൾക്കുന്നവരും ഈശോയെ അറിയുന്നവരും ഈശോയുടെ സൗഹാർദ്ദം ആസ്വദിക്കുന്നവരും അങ്ങനെ ഈശോയുടെ കൂടെ നടന്ന് വിശുദ്ധരായി തീരുന്നവരും ആകാൻ നമുക്ക് എല്ലാവർക്കും, ഓരോ കുടുംബത്തിലുള്ള എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2 ദിവസം മുമ്പ് നമ്മൾ ഒരു കുടുംബത്തിലുള്ള മറ്റു 3 പേരുടെ വിശുദ്ധരായവരുടെ തിരുനാൾ ആഘോഷിച്ചു. ഏതാണത്? പരിശുദ്ധ മറിയത്തിന്റെ കുടുംബത്തിൽ അപ്പനും വിശുദ്ധനാണ്, അപ്പൻ വിശുദ്ധയാണ്, അമ്മ വിശുദ്ധയാണ്, മകൾ വിശുദ്ധയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അച്ഛൻ ആദ്യം ചോദിച്ചത്, നമ്മുടെ വീട്ടിൽ എത്ര പേർ വിശുദ്ധരാണ്? നമ്മുടെ വീട്ടിലുള്ളവർ വിശുദ്ധരാണോ? നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും കർത്താവിനെ അന്വേഷിക്കാനും കർത്താവിനെ അറിയാനും കർത്താവിനെ ആസ്വദിക്കാനും അങ്ങനെ ആ വിശുദ്ധിയെ അച്ഛൻ കഴിഞ്ഞ ദിവസം മഞ്ഞുമലിൽ അച്ഛന്മാരുടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു റാഫേലിയേട്ടനെ കണ്ടു. റാഫേലിയേട്ടൻ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ 5 മണിക്ക് അവിടെ പള്ളിപണി നടക്കുകയാണ്. അതുകൊണ്ട് മുറ്റത്താണ്, പുറത്ത് പന്തലൊക്കെ ഇട്ടാണ് കുർബാന നടക്കുന്നത്. അവിടെ 5 മണിക്ക് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിൽ ഒരു മൈക്കും ഇല്ലാതെ അവരെ ഒരു 19 മീറ്റർ, ഒരു 100 മീറ്റർ അകലിയിരുന്ന് കൊന്ത ചൊല്ലുന്നത് അച്ഛന് മുറിയിൽ, ധ്യാന കേന്ദ്രത്തിന്റെ മുറിയിലിരുന്ന് കേൾക്കാവുന്ന വിധത്തിൽ കൊന്തയില്ല. കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഈ ചേട്ടൻ പറയാണ്, അച്ഛാ, നമ്മൾ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ മറിയത്തിന്റെ പരിശുദ്ധിയിൽ തൊട്ടാണ് പ്രാർത്ഥിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് അല്ലേ? നമ്മൾ പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് സ്പർശിക്കുന്നത്? കർത്താവിന്റെ പരിശുദ്ധിയിലാണ് സ്പർശിക്കുന്നത്. നമ്മൾ തീയിൽ തൊട്ടാൽ നമുക്ക് എന്ത് പറ്റും? പൊള്ളും. അപ്പോൾ കർത്താവിന്റെ പരിശുദ്ധിയിൽ തൊട്ടാൽ നമ്മുടെ കയ്യിൽ, നമ്മൾ തീയിൽ തൊട്ടാൽ നമ്മുടെ കൈക്ക് എന്ത് കിട്ടും? തീ കിട്ടും എന്ന് പറഞ്ഞതുപോലെ കർത്താവിന്റെ പരിശുദ്ധിയിൽ തൊട്ടാൽ, പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയിൽ തൊട്ടാൽ, ഹൃദയം കൊണ്ട് തൊട്ടാൽ നമ്മുടെ ഹൃദയത്തിന് ആ പരിശുദ്ധി കിട്ടും. അപ്പോൾ ഈ ചേട്ടൻ പറയായിരുന്നു, ഞാൻ പരിശുദ്ധ മറിയമേ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ തൊടുകയാണെന്ന്.
ഞാൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് പരിശുദ്ധ അമ്മയുടെ നന്മയിൽ സ്പർശിക്കുകയാണെന്ന്. അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഹൃദയം കൊണ്ട് ഈശോയുടെ ആ അനുഗ്രഹത്തെ ഞാൻ സ്പർശിക്കുകയാണ്. ഞാൻ പരിശുദ്ധിയിൽ തൊട്ട്, നന്മയിൽ തൊട്ട്, അനുഗ്രഹത്തിൽ തൊട്ട് ഞാൻ നന്മയായി, പരിശുദ്ധിയായി, അനുഗ്രഹമായി മാറുന്ന ഒരു സമയമാണ് എൻ്റെ ജപമാലയുടെ സമയമെന്ന് കൈയടിച്ച് കർത്താവിന്. അപ്പോൾ ഈ ഒരു ബോധ്യം ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ, അപ്പോൾ വിശുദ്ധരായി തീരുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമല്ല, നമ്മൾ ഈ ഓരോ ദിവ്യബലിയിലും നമ്മൾ ഹൃദയം കൊണ്ട് തൊടുന്നത് അവൻ്റെ പരിശുദ്ധിയെയാണ്, അവൻ്റെ സമർപ്പണത്തെയാണ്, അവൻ്റെ സ്നേഹത്തെയാണ്, അവൻ്റെ